20-ാം നൂറ്റാണ്ടിലെ ചാരപ്രവർത്തന ചരിത്രത്തിൽ എലി കോഹന്റെ പേര് സമാനതകളില്ലാത്ത ഒന്നാണ്. ഒരു വിദേശചാരൻ എന്ന നിലയിൽ ശത്രുരാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രങ്ങളിൽ ഇത്രത്തോളം ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരു വ്യക്തി ചരിത്രത്തിൽ അപൂർവമാണ്. 1960-കളിൽ സിറിയയുടെ സൈനിക രാഷ്ട്രീയ ഉന്നത ശ്രേണികളിലേക്ക് നുഴഞ്ഞുകയറുകയും ആ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിപദത്തിലേക്ക് പോലും പരിഗണിക്കപ്പെടുകയും ചെയ്ത എലി കോഹൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് നിർണായകമായ വിവരങ്ങളാണ് കൈമാറിയത്. അദ്ദേഹത്തിന്റെ ജീവിതം, സിറിയയിലെ രഹസ്യനീക്കങ്ങൾ, ഭരണകൂടത്തിലെ സ്വാധീനം, 1967-ലെ 6-ദിന യുദ്ധത്തിൽ അദ്ദേഹം വഹിച്ച നിർണായക പങ്ക് എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനമാണ് ഈ വീഡിയോ. ഈ വീഡിയോയുടെ അവതരണ രീതി ഒരു പോഡ്കാസ്റ്റ് പോലെയാണ്. കാഴ്ചകളേക്കാൾ ഉപരി കേൾവിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പോഡ്കാസ്റ്റ് അവതരണം. കഥകളും ചരിത്രവും കേൾക്കാൻ താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീൻ മാറ്റിവെച്ച് ഇതിലെ വോയിസ് മാത്രം കേട്ടാൽ മതിയാകും. എലിയാഹു ബെൻ ഷാൽ കോഹൻ 1924 ഡിസംബർ 6 ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഒരു സിറിയൻ ജൂത കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് 1914 സിറിയയിലെ അലപ്പോയിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറിയതായിരുന്നു. അലക്സാൻഡ്രിയയിലെ ചീഫ് റാബി മോയിസ് വെഞ്ചുറയുടെ മാർഗനിർദ്ദേശത്തിൽ ഒരു റാബിയാകാൻ കോഹൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം കെയ്റോ സർവകലാശാലയിലേക്ക് മാറുകയായിരുന്നു. 5ഓളം ഭാഷകളെ അറബിക്, ഹീബ്രു, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് കോഹൻ പ്രാവീണ്യമുണ്ടായിരുന്നു. ഈ ഭാഷാ നൈപുണ്യവും അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിക് മെമ്മറിയും പിൽക്കാലത്ത് അദ്ദേഹത്തെ ഒരു മികച്ച ചാരനായി മാറാൻ സഹായിച്ചു. ഈജിപ്തിൽ ജൂതന്മാർക്കെതിരെയുള്ള വിവേചനം ശക്തമായതോടെ കോഹൻ സയനിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ സജീവമായി. 1949-ൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഇസ്രായേലിലേക്ക് കുടിയേറിയപ്പോഴും ഈജിപ്തിലെ ജൂത സമൂഹത്തെ സഹായിക്കാനും ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികളെ പിന്തുണയ്ക്കാനും അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. ഈജിപ്തിലെ ജൂതന്മാരെ രഹസ്യമായി ഇസ്രായേലിലേക്ക് കടത്തുന്ന ഓപ്പറേഷൻ ഗോഷൻ എന്ന ദൗത്യത്തിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. 1954-ൽ ഈജിപ്തിലെ ഇസ്രായേലി ചാരശൃംഖല തകർന്ന ലാവോൺ അഫെയർ സമയത്ത് കോഹൻ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടു. ഒടുവിൽ 1956-ലെ സൂയസ് പ്രതിസന്ധിക്ക് ശേഷം ഈജിപ്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം 1957-ൽ ഇസ്രായേലിലെത്തി. ഇസ്രായേലിലെത്തിയ ശേഷം കോഹൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ആനലിസ്റ്റായി ജോലി ചെയ്തിരുന്നുവെങ്കിലും ആ ജോലിയിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല. മൊസാദിൽ ചേരാൻ അദ്ദേഹം 2 തവണ ശ്രമിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു. എന്നാൽ 1960-ൽ സിറിയൻ ഭരണകൂടത്തിലേക്ക് നുഴഞ്ഞുകയറാൻ ശേഷിയുള്ള ഒരു ഏജന്റിനെ തെരഞ്ഞുകൊണ്ടിരുന്ന മൊസാദ് ഡയറക്ടർ ജനറൽ മേയർ അമിത് തിരസ്കരിക്കപ്പെട്ട അപേക്ഷകരുടെ ഫയലുകളിൽ നിന്ന് കോഹനെ കണ്ടെത്തുകയായിരുന്നു. അറബിക് രൂപസാദൃശ്യവും ഭാഷാ പരിജ്ഞാനവും സിറിയൻ പശ്ചാത്തലവും അദ്ദേഹത്തെ ഈ ദൗത്യത്തിന് അനുയോജ്യനാക്കി. തുടർന്ന് 6 മാസം നീണ്ടുനിന്ന തീവ്രമായ പരിശീലനമാണ് കോഹൻ ലഭിച്ചത്. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുക, ടോപ്പോഗ്രാഫി, മാപ്പ് റീഡിംഗ്, അട്ടിമറി വിദ്യകൾ, രഹസ്യമായി സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള മോഴ്സ് കോഡ്, ക്രിപ്റ്റോഗ്രഫി എന്നിവയിൽ അദ്ദേഹം വൈദഗ്ധ്യം നേടി. ചാരപ്രവർത്തനത്തിനാവശ്യമായ എല്ലാ ഗുണങ്ങളും കോഹനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പരിശീലകർ സാക്ഷ്യപ്പെടുത്തി. സിറിയയിലേക്ക് നേരിട്ട് പോകുന്നതിനു പകരം കോഹന്റെ പുതിയ വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കാൻ മൊസാദ് ഒരു ദീർഘകാല പദ്ധതി തയ്യാറാക്കി. അർജന്റീനയിൽ വസിക്കുന്ന സിറിയൻ വംശജനായ ബിസിനസ്സുകാരൻ കമൽ അമിൻ താബത്ത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ പേര്. 1961-ൽ അദ്ദേഹം ബ്യൂണസ് ഐറിസിലേക്ക് പോയി. അവിടെ സിറിയൻ പ്രവാസികൾക്കിടയിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്വാധീനമുറപ്പിച്ചു. അതിസമ്പന്നനായ ഒരു വസ്ത്രവ്യാപാരിയായി വേഷമിട്ട കോഹൻ പ്രാദേശിക അറബ് ക്ലബ്ബുകളിൽ സ്ഥിര സാന്നിധ്യമായി. അർജന്റീനയിലെ സിറിയൻ എംബസിയിലെ സൈനിക അറ്റാഷെയായിരുന്ന കെനൽ അമീൻ അൽ ഹഫീസുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കോഹൻ കഴിഞ്ഞു. അൽ ഹഫീസ് പിൽക്കാലത്ത് സിറിയയുടെ പ്രസിഡന്റായി മാറാനിരുന്ന വ്യക്തിയായിരുന്നു. തന്റെ മാതൃരാജ്യത്തോടുള്ള അമിതമായ സ്നേഹവും അവിടെ വൻതോതിൽ നിക്ഷേപം നടത്താനുള്ള ആഗ്രഹവും കോഹൻ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അർജന്റീനയിലെ പ്രമുഖരായ സിറിയൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശുപാർശ കത്തുകൾ സമ്പാദിച്ചതോടെ സിറിയയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വഴി തെളിഞ്ഞു. 1962 ജനുവരിയിൽ കോഹൻ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെത്തി. യാത്രക്കിടയിൽ കപ്പലിൽ വെച്ച് പരിചയപ്പെട്ട മജീദ് ഷെയ്ഖ് അൽ അർദ് എന്ന ബിസിനസ്സുകാരന്റെ സഹായത്തോടെ അതിർത്തി കടക്കാനും ഡമാസ്കസിൽ സൗകര്യങ്ങൾ ഒരുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. സിറിയൻ സൈനിക ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള അബൂ റുമ്മാനെ എന്ന വിദേശ എംബസികൾ സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയിൽ അദ്ദേഹം ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തു. അപ്പാർട്ട്മെന്റിലെ തന്ത്രപരമായ താമസം
സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. താൻ കൊണ്ടുവന്ന അത്യാധുനിക റേഡിയോ ട്രാൻസ്മിറ്ററുകൾ ഉപയോഗിച്ച് അദ്ദേഹം ദിവസവും ഇസ്രായേലിലേക്ക് രഹസ്യ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങി. സിറിയൻ സൈനിക ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും ബിസിനസ് പ്രമുഖരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വീട്ടിൽ ആഡംബര പാർട്ടികൾ സംഘടിപ്പിച്ചു. ഇത്തരം പാർട്ടികളിൽ ഉട്ടികളിൽ മദ്യവും മറ്റ് സൗകര്യങ്ങളും നിർലോഭം വിളമ്പിയ കോഹൻ അതിഥികൾ ലഹരിയിലാകുമ്പോൾ പറയുന്ന അതീവ രഹസ്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. താനും മദ്യപിച്ചതായി അഭിനയിച്ചിരുന്ന കോഹൻ ആരും സംശയിക്കാത്ത രീതിയിൽ സൈനിക വിവരങ്ങൾ ചോർത്തിയെടുത്തു. സിറിയൻ പ്രതിരോധ മന്ത്രിയുടെ ചീഫ് അഡ്വൈസർ എന്ന പദവി വരെ അദ്ദേഹം വഹിച്ചിരുന്നതായും പിന്നീട് സിറിയയുടെ ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്റർ പദത്തിലേക്ക് പോലും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഈ പദവികൾ ചരിത്രപരമായി തർക്കവിഷയമാണെങ്കിലും അതീവ രഹസ്യമായ സൈനിക രേഖകൾ പരിശോധിക്കാനും സൈനിക പോസ്റ്റുകൾ സന്ദർശിക്കാനും അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിരുന്നു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. സിറിയൻ റേഡിയോയിൽ പ്രവാസികൾക്കായുള്ള പരിപാടികളിൽ അദ്ദേഹം പതിവായി പ്രത്യക്ഷപ്പെടുകയും രാജ്യസ്നേഹം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. എലി കോഹന്റെ ചാരപ്രവർത്തനത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമാണ് ഗോലാൻ കുന്നുകളിലെ സിറിയൻ പ്രതിരോധ കോട്ടകൾ സന്ദർശിച്ചത്. സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം അതീവ സുരക്ഷാ മേഖലയിൽ ചുറ്റിക്കറങ്ങിയ അദ്ദേഹം സിറിയയുടെ എല്ലാ ബങ്കറുകളുടെയും ആയുധപ്പുരകളുടെയും സ്ഥാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. ഗോലാൻ കുന്നുകളിൽ പീരങ്കികൾക്ക് പിന്നിൽ വെയിൽ കൊണ്ട് തളർന്നു നിൽക്കുന്ന സിറിയൻ പട്ടാളക്കാരോട് സഹതാപം അഭിനയിച്ചുകൊണ്ട് അവിടെ തണലിനായി യുക്കാലിപ്റ്റസ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു. ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതോടെ ഇസ്രായേലി വ്യോമസേനയ്ക്ക് സിറിയൻ ബങ്കറുകളുടെ സ്ഥാനം ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. 1967 യുദ്ധത്തിൽ ഈ മരങ്ങളെ അടയാളമായി കണ്ടുകൊണ്ട് ഇസ്രായേൽ സിറിയൻ സൈനിക പോസ്റ്റുകളെ നിഷ്പ്രഭമാക്കി. കൂടാതെ സിറിയൻ സൈന്യത്തിന് 3 നിര പ്രതിരോധ കോട്ടകളുണ്ടെന്ന നിർണായക വിവരവും അദ്ദേഹം കൈമാറി. മറ്റൊരു പ്രധാനം ഇസ്രായേലിന്റെ ഏക ശുദ്ധജല സ്രോതസ്സായ ജോർദാൻ നദിയിലെ വെള്ളം തിരിച്ചുവിടാനുള്ള സിറിയയുടെ പദ്ധതിയെക്കുറിച്ചുള്ള വിവരമാണ്. പദ്ധതിയുടെ മാപ്പുകളും മറ്റ് സാങ്കേതിക വിവരങ്ങളും കോഹൻ ചോർത്തിയതിനെ തുടർന്ന് പദ്ധതിയുടെ നിർമ്മാണ ഉപകരണങ്ങൾ ഇസ്രായേൽ തകർത്തു. 1964 അവസാനത്തോടെ കോഹൻ അപകടം മണത്തു തുടങ്ങിയിരുന്നു. സിറിയൻ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ അഹമ്മദ് സുദാനി അദ്ദേഹത്തെ സംശയിച്ചിരുന്നു. ഇസ്രായേലിലേക്കുള്ള അവസാന സന്ദർശനത്തിൽ താൻ പിടിക്കപ്പെട്ടേക്കാമെന്നും ദൗത്യം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും നിർണായക വിവരങ്ങൾക്കായി ഒരു തവണ കൂടി സിറിയയിലേക്ക് പോകാൻ മൊസാദ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. സിറിയൻ ഭരണകൂടം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ അത്യാധുനിക റേഡിയോ സിഗ്നൽ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് കോഹൻ വിനയായി. കോഹൻ എല്ലാ ദിവസവും ഒരേ സമയത്ത് സന്ദേശങ്ങൾ അയക്കുന്ന രീതി പിന്തുടർന്നിരുന്നത് അദ്ദേഹത്തെ പിടികൂടാൻ എളുപ്പമാക്കി. 1965 ജനുവരി 24 സിറിയൻ സൈന്യം നഗരത്തിൽ പൂർണ്ണ റേഡിയോ നിശബ്ദത ഏർപ്പെടുത്തിയ സമയത്ത് കോഹൻ സന്ദേശം അയച്ചുകൊണ്ടിരുന്നു. ഈ അനധികൃത സന്ദേശം സോവിയറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് സൈന്യം തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചുകയറി അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു. അറസ്റ്റിനു പിന്നാലെ മാസങ്ങളോളം നീണ്ടുനിന്ന ക്രൂരമായ പീഡനങ്ങളാണ് കോഹൻ നേരിട്ടത്. സൈനിക കോടതിയിൽ നടന്ന അടച്ചിട്ട വിചാരണയിൽ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. പോപ്പ് പോൾ ആറാമൻ, ഫ്രാൻസ്, ബെൽജിയം, കാനഡ എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്നിവർ വധശിക്ഷ ഒഴിവാക്കാൻ സിറിയയോട് അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 1965 മെയ് 18 പുലർച്ചെ ദമാസ്കസിലെ മർജെ സ്ക്വയറിൽ വെച്ച് എലി കോഹനെ പരസ്യമായി തൂക്കിലേറ്റി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് മുകളിൽ ഇസ്രായേലിനെതിരെയുള്ള കുറ്റപത്രങ്ങൾ എഴുതിയ ഒരു വെള്ള തുണി 6 മണിക്കൂറോളം പ്രദർശിപ്പിച്ചു. തൂക്കിലേറ്റപ്പെടുന്നതിനു മുൻപ് ഭാര്യ നാദിയയ്ക്ക് അദ്ദേഹം ഒരു കത്തെഴുതി. നിന്റെ ജീവിതം തുടരണമെന്നും കുട്ടികളെ വളർത്തണമെന്നും നീ വിഷമിക്കരുതെന്നും അദ്ദേഹം ആ കത്തിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹപ്രകാരം ഒരു റാബി അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. എലി കോഹൻ വധിക്കപ്പെട്ട് 2 വർഷത്തിനു ശേഷമാണ് 1967 6 ദിന യുദ്ധം നടന്നത്. യുദ്ധത്തിനു മുമ്പ് അദ്ദേഹം നൽകിയ വിവരങ്ങൾ ഇസ്രായേലിന്റെ വിജയത്തിൽ സമാനതകളില്ലാത്ത പങ്കാണ് വഹിച്ചത്. സിറിയൻ സൈന്യത്തിന്റെ മുഴുവൻ പ്രതിരോധ വ്യൂഹത്തെക്കുറിച്ചും കോഹൻ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ച് വെറും 2 ദിവസത്തിനുള്ളിൽ ഇസ്രായേലിന് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വഴി സിറിയൻ സൈന്യത്തിന് സംഭവിച്ച പിഴവുകൾ പലപ്പോഴും ഇസ്രായേലി സൈനിക നീക്കങ്ങളെ എളുപ്പമാക്കി. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി ലെവി എഷ്കോൾ പറഞ്ഞത്, എലി കോഹന്റെ പ്രവർത്തനങ്ങൾ ഇസ്രായേലി സൈനികരുടെ അനേകം ജീവൻ രക്ഷിച്ചുവെന്നും അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഇസ്രായേലിന്റെ വിജയത്തിന് വിലമതിക്കാനാവാത്തതായിരുന്നു എന്നുമാണ്. എലി കോഹന്റെ ഭൗതിക ശരീരം തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ പതിറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ മൃതദേഹം പലതവണ മാറ്റിയടക്കിയതിനാൽ ഇപ്പോഴും അത് എവിടെയാണെന്ന് സിറിയയ്ക്ക് പോലും അറിയില്ല എന്ന് റിപ്പോർട്ടുകളുണ്ട്. 2018 ഒരു പ്രത്യേക ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തിന്റെ കൈഘടികാരം മൊസാദ് വീണ്ടെടുത്തിരുന്നു. 2025 മെയ് മാസത്തിൽ കോഹൻ വധിക്കപ്പെട്ടതിന്റെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച് സിറിയൻ ഇന്റലിജൻസിന്റെ പക്കലുണ്ടായിരുന്ന കോഹന്റെ മുഴുവൻ ഫയലുകളും വസ്തുക്കളും അടങ്ങിയ ആർക്കൈവ് മൊസാദ് ഇസ്രായേലിലെത്തിച്ചു. 2500ഓളം രേഖകൾ, ഫോട്ടോകൾ, ഓഡിയോ റെക്കോർഡിംഗുകൾ, അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ താക്കോലുകൾ, വ്യാജ പാസ്പോർട്ടുകൾ, അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ വിൽപത്രം എന്നിവ ഇതിലുൾപ്പെടുന്നു. എലി കോഹൻ വെറുമൊരു ചാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഇസ്രായേലിന്റെ ചരിത്രഗതി മാറ്റിയ ഒരു ഇതിഹാസ നായകനായിരുന്നു. ശത്രുരാജ്യത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് ഒരു വിദേശിക്ക് എത്രത്തോളം നുഴഞ്ഞു കയറാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. തന്റെ രാജ്യത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെയും ജീവിതത്തെയും ബലി നൽകിയ കോഹൻ ഇന്നും ഇസ്രായേലിലെ വീരപുരുഷനായി തുടരുന്നു. 2025 ആർക്കൈവ് വീണ്ടെടുക്കൽ അദ്ദേഹത്തിന്റെ ദൗത്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒരിക്കൽ മാതൃരാജ്യത്ത് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ ഇന്നും ആ രാജ്യം കാത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷയിൽ അദ്ദേഹം വരുത്തിയ ദീർഘകാല സ്വാധീനം വരാനിരിക്കുന്ന തലമുറകൾക്കും ഒരു പാഠപുസ്തകമായി നിലനിൽക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വലിയ സഹായമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ യാത്രാവിശേഷങ്ങൾക്കും കഥകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.